My dear students, now we are moving into the last topic of solid state 2 chapter, and that is liquid crystal. Liquid crystal had a wide application in the present situation. Let us see what is it. The term liquid crystal suggests either a state with an unusual combination of properties, fluidity and relative lack of order with rigidity and ordered arrangement, or a phase that is neither fully liquid nor fully solid. It is in fact both. Liquid crystal constitute an interesting state of matter with properties intermediate between those of true liquids and those of crystals, and their fluid-like arrangement of molecules within them exhibit structural order, which means the molecules in them can move around as in viscous liquid but have a restricted range of motion as in solids. ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത് അവരുടെ ലിക്വിഡ് ക്രിസ്റ്റൽ അതൊരു സ്റ്റേറ്റാണ്. ആ സ്റ്റേറ്റിൽ അവരെന്താ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് എ സ്റ്റേറ്റ് വിത്ത് അൺയൂഷ്വൽ കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസ്. അവരുടെ പ്രോപ്പർട്ടീൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഭയങ്കര അൺയൂഷ്വലാണ്. യൂഷ്വൽ അല്ല, ദേ ഹാവ് അൺയൂഷ്വൽ കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസാണ്. അതെന്താ പ്രോപ്പർട്ടി? ഫ്ലൂയിഡിറ്റി ആൻഡ് റിലേറ്റീവ് ലാക്ക് ഓഫ് ഓർഡർ. ഇപ്പോൾ ഫ്ലൂയിഡിറ്റി എന്ന് പറയുമ്പോൾ അത് ലിക്വിഡിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഫ്ലൂയിഡിറ്റി എന്ന് പറയുമ്പോൾ ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി. ഇപ്പോൾ ഫ്ലൂയിഡിറ്റി ഉണ്ടെങ്കിൽ ഓർഡർഡ് അറേഞ്ച്മെൻറ്റിൽ ചെറിയൊരു കുറവുണ്ടാവും. സോ ഫ്ലൂയിഡിറ്റി കാണിക്കും, ഓർഡർ ലേശം കുറവായിരിക്കും. അതെ, ഇതിൻ്റെ കൂടെ എന്ത് പ്രോപ്പർട്ടിയും കൂടെ കാണിക്കും? റിജിഡിറ്റി ആൻഡ് ഓർഡർ അറേഞ്ച്മെൻറ്റ്. റിജിഡിറ്റി എന്ന് പറയുമ്പോൾ സോളിൻ്റെ പ്രോപ്പർട്ടി, അപ്പോൾ അവർ കുറച്ച് ഓർഡർഡ് അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇത് രണ്ടിൻ്റെയും മിക്സിംഗ് ആണ് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ നമുക്ക് പറയാം ഇത് ഫുള്ളി ലിക്വിഡും അല്ല ഫുള്ളി സോളിഡും അല്ല എന്ന് പറയാം. അതായത് ഒരു അൺയൂഷ്വൽ കോമ്പിനേഷൻ ഓഫ് പ്രോപ്പർട്ടീസാണ് ലിക്വിഡ് ക്രിസ്റ്റൽ. ഫ്ലൂയിഡിറ്റി വിത്ത് ലാക്ക് ഓഫ് ഓർഡറും റിജിഡിറ്റി വിത്ത് ഓർഡർഡ് അറേഞ്ച്മെൻറ്റും. സോളിഡും ലിക്വിഡും രണ്ടിൻ്റെയും പ്രോപ്പർട്ടി കാണിക്കും. നമുക്ക് പറയാം ഇത് ഫുള്ളി ലിക്വിഡും അല്ല എന്ന് പറയും, ഫുള്ളി സോളിഡും അല്ല എന്ന് പറയും. അപ്പോൾ നമുക്ക് എന്തായാലും ഇറ്റ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് പ്രോപ്പർട്ടീസ് വിച്ച് ഈസ് ഇൻ്റർമീഡിയറ്റ് ബിറ്റ്വീൻ ട്രൂ ലിക്വിഡ്സും ക്രിസ്റ്റൽസും. ട്രൂ ലിക്വിഡ്സും ക്രിസ്റ്റൽസിൻ്റെയും തമ്മിൽ ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോപ്പർട്ടി കാണിക്കുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയാൻ. അപ്പോൾ അവർക്ക് ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി ഉണ്ട്. ഫ്ലൂയിഡിൻ്റെ പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ അവരുടെ അറേഞ്ച്മെൻറ്റ് ഫ്ലൂയിഡ് ആണെങ്കിൽ പോലും അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്തായിരിക്കും? സ്ട്രക്ചറൽ ഓർഡർ ഉണ്ടാവും. ഓക്കെ, ഫ്ലൂയിഡാണ് പക്ഷെ അവർക്കൊരു സ്ട്രക്ചറൽ ഓർഡർ ഉണ്ട്. പക്ഷേ അതിലുള്ള മോളിക്യൂളിന് ചെറിയ രീതിയിൽ മൂവ് ചെയ്യാൻ പറ്റും, ലൈക്ക് ദേ മൂവ് ഇൻ വിസ്കസ് ലിക്വിഡ്. പക്ഷേ റെസ്ട്രിക്റ്റഡ് മോഷൻ ഉണ്ടാവും. അതായത് ഫ്ലൂയിഡാണെന്ന് പറഞ്ഞിട്ട് ലിക്വിഡിനെ പോലെ അങ്ങനെ സ്പീഡിൽ മൂവ് ചെയ്യാനും പറ്റില്ല. പക്ഷേ സോളിഡാണെന്ന് പറഞ്ഞിട്ട് അവർ മൂവ് ചെയ്യാതിരിക്കില്ല. ഒരു വിസ്കസ് ലിക്വിഡിൽ മൂവ് ചെയ്യുന്ന പോലെ അവർക്ക് മൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അവർക്ക് ഓർഡർഡ് അറേഞ്ച്മെൻറ്റും ഉണ്ടാകും. And at last we can say liquid crystal is an interesting state of matter which has intermediate properties between true liquids and crystals. They are neither fully liquid nor fully solid. രണ്ടിനും ഇടയിൽ കിടക്കുന്ന ഒരു ഇൻ്റർമീഡിയറ്റ് പ്രോപ്പർട്ടി കാണിക്കുന്ന സ്റ്റേറ്റ് ഓഫ് മാറ്ററാണ് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുന്നത്. Liquid crystals, the mesomorphic state. Certain crystalline substances, when heated, change into thermodynamically stable transition state between the solid and liquid state called mesomorphic state, and the phase being called mesophase. In this state, they maintain certain crystalline characteristic and certain liquid characteristic, at least in one direction. Such substances are called liquid crystal, and some of the materials are known to exhibit more than one transitional mesophases. ചില ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്താൽ നമുക്കറിയാം, അത് ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ നടക്കുമ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ട് അല്ലേ. അപ്പോൾ ചില ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഒരു തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടൊരു ട്രാൻസിഷൻ സ്റ്റേറ്റിലോട്ടാണ് പോകുക. നമ്മൾ നോർമലി വേറെ റിയാക്ഷനിലൊക്കെ പറയുമ്പോൾ ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റ് ഉണ്ടാവും, പക്ഷേ അവർ സ്റ്റേബിൾ ആയിരിക്കില്ല ട്രാൻസിഷൻ സ്റ്റേറ്റ്. പക്ഷേ ചില ക്രിസ്റ്റലൈൻ സബ്സ്റ്റൻസ് ഹീറ്റ് ചെയ്താൽ നമുക്ക് തെർമോഡൈനാമിക്കലി സ്റ്റേബിൾ ആയിട്ടുള്ള ട്രാൻസിഷൻ സ്റ്റേറ്റ് കിട്ടും. അവരുടെ പ്രോപ്പർട്ടീസ് സോളിഡിൻ്റെയും ലിക്വിഡിൻ്റെയും ഇടയിലായിരിക്കും. ഇങ്ങനെ ആ ഒരു സ്റ്റേറ്റിനെയാണ് മീസോമോർഫിക് സ്റ്റേറ്റ് എന്ന് പറയുക. ഈ ഒരു ഫേസിനെയാണ് മീസോഫേസ് എന്ന് പറയുക. ഇനി ഇങ്ങനൊരു സ്റ്റേറ്റിൽ ക്രിസ്റ്റലൈൻ ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കും, ലിക്വിഡ് ക്യാരക്ടറിസ്റ്റിക്സും കാണിക്കും. ഇങ്ങനെയുള്ള സബ്സ്റ്റൻസിനാണ് നമ്മൾ ലിക്വിഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുക. ലിക്വിഡ് ക്രിസ്റ്റലിലെ കൂടുതൽ സം ഓഫ് ദീസ് മെറ്റീരിയൽസ്, ചില മെറ്റീരിയൽസിന് ഒന്നിൽ കൂടുതൽ ട്രാൻസിഷണൽ മീസോഫേസസും ഉണ്ടാവും. സോ സ്റ്റഡി വാട്ട് ഈസ് ലിക്വിഡ് ക്രിസ്റ്റൽ and what is mesomorphic state and mesophase. So the example for liquid crystalline substance ആണ് para-azoxyanisole. Example for liquid crystal para-azoxyanisole. The structure is given below. When para-azoxyanisole is heated, it yields a turbid liquid at 389 Kelvin.
which upon further heating becomes clear at 408. On cooling, the clear liquid becomes turbid at 408 and solidified at 389. The reverse change takes place exactly at the same temperature. The turbid liquid is a mesophase, which represent the liquid crystalline state called mesomorphic state. The transition temperature at which reversible transformation between mesophase and solid phase occurs for a liquid crystal is called solidification point, and that at which reversible transformation between the mesophase and the liquid state occurs is called transparency temperature. Both the temperature are simply referred to as transition point and melting point respectively are characteristics of the liquid crystalline substances under consideration. ലിക്വിഡ് ക്രിസ്റ്റലിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞത് പാരാ ഹൈസോക്സി അനിസോൾ. ഈ പാരാ ഹൈസോക്സി അനിസോളിനെ നമ്മൾ ഹീറ്റ് ചെയ്യാണ്. ഹീറ്റ് ചെയ്തൊരു 389 കെൽവിൻ എത്തിയാൽ നമ്മുടെ ഈ കോമ്പൗണ്ട് അങ്ങനെ ടർബിഡായി മാറും. ടർബിഡ് എന്ന് പറയുമ്പോൾ മിൽക്കി. അപ്പോൾ നമ്മുടെ ഈ കോമ്പൗണ്ട് ഹീറ്റ് ചെയ്ത് ഒരു 389 കെൽവിൻ എത്തിയാൽ അതൊരു മിൽക്കി ഫോം ആയിരിക്കും നമുക്ക് കിട്ടുക. വീണ്ടും നമ്മളതിനെ സ്ട്രോങ്ലി ഹീറ്റ് ചെയ്ത് 408 കെൽവിൻ എത്തിയാൽ അതൊരു ക്ലിയർ സൊല്യൂഷനാവും. ഓക്കെ, ഇനി നമ്മളിതിനെ കൂൾ ചെയ്യാണ്. ആദ്യം നമ്മൾ 389 കെൽവിൻ വരെ ഹീറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് ടർബിഡാണ് കിട്ടുക, മിൽക്കി വൈറ്റ് പോലെ മിൽക്കി. ഇനി നമ്മളതിന് ഫർദർ ഹീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയർ സൊല്യൂഷനാണ് കിട്ടുക 408 കെൽവിൻ. ഇനി നമ്മളിതിനങ്ങനെ കൂൾ ചെയ്യാണ്. കൂൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ചെയ്യും, അത് വീണ്ടും ടർബിഡാവും. ദെൻ 408 കെൽവിനിൽ കൂൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതേ ടെമ്പറേച്ചറിൽ കുറച്ച് നേരം കൂൾ ചെയ്യുമ്പോൾ ടർബിഡാവും. ദെൻ 389 കെൽവിനിൽ തിരിച്ച് സോളിഡിഫൈ ചെയ്യുകയും ചെയ്യും. പാരാ അസോക്സി അനിസോൾ 389 കെൽവിനിൽ ആദ്യം നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ടർബിഡാണ് കിട്ടുക. ഫർദർ ഹീറ്റ് ചെയ്ത് 408 എത്തുമ്പോൾ നമുക്ക് ക്ലിയർ സൊല്യൂഷൻ കിട്ടും. കൂൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുക. കൂൾ ചെയ്തിട്ട് 408 എത്തുമ്പോൾ വീണ്ടും ടർബിഡാവും. ആൻഡ് ദെൻ 389 എത്തിയാൽ വീണ്ടും സോളിഡിഫൈ ചെയ്യും. ഈ റിവേഴ്സ് റിയാക്ഷനും സെയിം ടെമ്പറേച്ചറിൽ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. റിവേഴ്സ് റിയാക്ഷനും ഇതുപോലെ തന്നെ സെയിം ടെമ്പറേച്ചറിൽ റിവേഴ്സ് റിയാക്ഷൻ നടക്കും. ഇതിൽ ടർബിഡ് ലിക്വിഡ് നമ്മൾ ഫോം ചെയ്തില്ലേ ഫസ്റ്റ് ഹീറ്റ് ചെയ്തപ്പോൾ, ഈ ടർബിഡ് ലിക്വിഡാണ് ഇവിടുത്തെ മീസോഫേസ്. ഈ സ്റ്റേറ്റ് ഓഫ് ക്രിസ്റ്റലൈൻ സ്റ്റേറ്റിനെ നമ്മൾ മീസോമോർഫിക് സ്റ്റേറ്റ് എന്ന് പറയാം. സോ ഇവിടെ നമുക്ക് 2 പോയിന്റ് പഠിക്കാണ്ട്, 2 ടെമ്പറേച്ചർ പഠിക്കാണ്ട്, സോളിഡിഫിക്കേഷൻ പോയിൻറ്റും ട്രാൻസ്പെറൻസി ടെമ്പറേച്ചറും. സോളിഡിഫിക്കേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ട്രാൻസിഷൻ ടെമ്പറേച്ചർ, അതായത് ഈ റിവേഴ്സിബിൾ റിയാക്ഷൻ തിരിച്ച് ഇതേ ടെമ്പറേച്ചർ നടക്കുന്നു പറഞ്ഞല്ലോ. ഈ റിവേഴ്സിബിൾ ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ മീസോഫേസും സോളിഡ് ഫേസും സോളിഡ് ഫേസും തമ്മിലുള്ള ഈ റിവേഴ്സ് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്ന ട്രാൻസിഷൻ ടെമ്പറേച്ചറിനെയാണ് നമ്മൾ സോളിഡിഫിക്കേഷൻ പോയിൻ്റ് എന്ന് പറയുക. ദെൻ റിവേഴ്സിബിൾ ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ മീസോഫേസും ലിക്വിഡ് സ്റ്റേറ്റും നടത്തുന്നതിനാണ് നമ്മൾ ട്രാൻസ്പെറൻസി ടെമ്പറേച്ചർ എന്ന് പറയുക. ഓക്കെ, റിവേഴ്സിബിൾ ട്രാൻസ്ഫോർമേഷൻ ബിറ്റ്വീൻ മീസോഫേസും സോളിഡ് ഫേസിനെയാണ് നമ്മൾ സോളിഡിഫിക്കേഷൻ പോയിൻ്റ് എന്ന് പറയും. ദെൻ ബിറ്റ്വീൻ മീസോഫേസ് ആൻഡ് ലിക്വിഡ് സ്റ്റേറ്റ് ആണെങ്കിൽ നമുക്കതിനെ ട്രാൻസ്പെറൻസി ടെമ്പറേച്ചർ എന്ന് പറയും. Some other examples for liquid crystals are given below. Para-azoxyphenol, NP-methoxy and para-methoxybenzylidine, para-butylanilin, ethyl para-azoxybenzoate, cholesterol acetate, cholesterol benzoate, etc. Then classification of liquid crystals on the basis of structure. അപ്പോൾ നമുക്ക് സ്ട്രക്ചറിനനുസരിച്ച് we can classify the liquid crystals into 3: nematic, smectic, cholestric. On the basis of structure we can classify liquid crystals into 3: nematic, smectic and cholestric. Let us discuss each one of them. First one, nematic liquid crystal. In nematic liquid crystal there occurs a parallel alignment of molecules having their long axis parallel to each other, but neither are their centers of mass positioned in a regular fashion nor are they arranged in layers. അതായത് നെമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ മോളിക്യൂൾസ് പാരലലാണ്, മോളിക്യൂൾസ് തമ്മിൽ പാരലൽ ആണ്. ഇവിടെ ലോങ് ആക്സിസ് പരസ്പരം പാരലലാണ്. പക്ഷേ ഇവരുടെ സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് റെഗുലർ ഫാഷനും അല്ല, ലെയേഴ്സിലും അറേഞ്ച് ചെയ്തിട്ടില്ല. സെൻറ്റർ ഓഫ് മാസ് പൊസിഷൻ ഇൻ റെഗുലർ ഫാഷൻ നോർ ആർ ദേ അറേഞ്ച്ഡ് ഇൻ ലെയേഴ്സ്. ഓക്കെ, ഇവരുടെ മോളിക്യൂൾസ് തമ്മിൽ പാരലലാണ്. ഇവരുടെ ലോങ് ആക്സിസുകളും തമ്മിൽ ലോങ് ആക്സിസ് ആർ ഓൾസോ പാരലൽ ടു ഈച്ച് അതർ. സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് റെഗുലർ ഫാഷനിലും അല്ല, ലെയേഴ്സിലും അല്ല. ഓക്കെ, ദെൻ ഈ നെമാറ്റിക് മീസോഫേസ് എന്ന് പറയുമ്പോൾ ഇവർക്ക് ഓറിയൻറ്റേഷണൽ ഓർഡർ ഉണ്ടാവും സോളിഡിനെ പോലെ. നമുക്ക് രണ്ടിനെയും പ്രോപ്പർട്ടി പറയണമല്ലോ, സോളിഡ് ആസ് വെൽ ആസ് ലിക്വിഡ്. സോ നെമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റലിൽ
they have orientational order of molecules like solid but lacks positional order just like a liquid. സോളിഡിനെ പോലെ ഇവർക്ക് ഓറിയൻറ്റേഷണൽ ഓർഡർ ഉണ്ടാവും, ലിക്വിഡിനെ പോലെ ഇവർക്ക് പൊസിഷണൽ ഓർഡർ ഉണ്ടാവില്ല. ഓക്കെ, നെക്സ്റ്റ് വൺ നമ്മൾ പറഞ്ഞു സോളിഡിനെ പോലെ ഓറിയൻറ്റേഷണൽ ഓർഡർ ഉണ്ടെന്ന്. ഡ്യൂ ടു ദ ഓറിയൻറ്റേഷണൽ ഓർഡർ ദാറ്റ് ദേ പോസസ് നെമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽ എക്സിബിറ്റ് ആൻ ഐസോട്രോപ്പി. That is, their electrical, mechanical and optical properties depend upon the direction along which they are measured. അതായത് സോളിഡിനെ പോലെ ഓറിയൻറ്റേഷൻ ഓർഡർ ഉള്ളതുകൊണ്ട് അവരുടെ പ്രോപ്പർട്ടി ഓറിയൻറ്റേഷൻ ഓർഡർ എന്ന് പറയുന്നത് സോളിഡിൻ്റെ പ്രോപ്പർട്ടിയാണ്. സോ ദേ എക്സിബിറ്റ് അനൈസോട്രോപ്പി. ദേ ഷോ അനൈസോട്രോപ്പി വിച്ച് യു ഹാവ് സ്റ്റഡീഡ് ഏർലിയർ. അതായത് അതിൻ്റെ അനൈസോട്രോപ്പി എന്ന് പറയുമ്പോൾ ഇലക്ട്രിക്കൽ, മെക്കാനിക്കൽ, ഒപ്റ്റിക് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസൊക്കെ ഏത് ഡയറക്ഷനിലൂടെയാണ് നമ്മൾ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടായിരിക്കും അതിൻ്റെ വാല്യൂ കിടക്കുന്നത്. ഏത് രീതിയിലാണോ മെഷർ ചെയ്യുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഡയറക്ഷൻ മെഷർ ഡിപ്പെൻഡ് അപ്പോൾ ദ ഡയറക്ഷൻ അലോങ് വിച്ച് ദേ ആർ മെഷേർഡ്. സോ ഓറിയൻറ്റേഷൻ ഓർഡർ ഉള്ളതുകൊണ്ട് അനൈസോട്രോപ്പി ഉണ്ട്. ആസ് എ ലൈക്ക് പൊസിഷണൽ ഓർഡർ, ലിക്വിഡിനെ പോലെ പൊസിഷണൽ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് അവർ അപ്പ് ആൻഡ് ഡൗൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കും. റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാകും മോളിക്യൂൾസ് തമ്മിൽ. ഈ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും, അവർക്ക് ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി ഓഫ് ഫ്ലോ ഉണ്ടാവും. ബട്ട് എന്ന് വെച്ചാൽ അങ്ങനെ ഫുള്ളി ലിക്വിഡിനെ പോലെ അത്ര ഫ്ലോ അല്ല, ബട്ട് ഈ റിലേറ്റീവ് മൂവ്മെൻറ്റ് പൊസിഷണൽ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ചെറിയൊരു സൈഡ് വേസ് അപ്പ് ആൻഡ് ഡൗൺ റിലേറ്റീവ് മൂവ്മെൻറ്റ് ഉണ്ടാവും, അതുകൊണ്ട് തന്നെ ഫ്ലോ ഉണ്ടാവും. ദെൻ നെമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽസ് എന്ന് പറയുന്നത് ദേ ആർ അപ്പിയർ ട്രാൻസ്ലൂസൻറ്റ് ആസ് ദി സ്കാറ്റർ ലൈറ്റ് സ്ട്രോങ്ലി. ലൈറ്റിനെ സ്ട്രോങ്ലി സ്കാറ്റർ ചെയ്യുന്നതുകൊണ്ട് ദ അപ്പിയർ ഇസ് ട്രാൻസ്ലൂസൻറ്റ്. എക്സാമ്പിൾസ് ഫോർ നെമാറ്റിക് ലിക്വിഡ് ആർ para-azoxy anisole and para-azoxy phenatol. So first one we will study about liquid crystal, nematic liquid crystal. In nematic liquid crystal molecules ഒക്കെ parallel ആണ്, ലോങ് ആക്സിസും പാരലൽ ആണ്. ബട്ട് സെൻറ്റർ ഓഫ് മാസ് എന്ന് പറയുന്നത് റെഗുലർ ഫാഷനിലും അല്ല ലെയേഴ്സിലും അറേഞ്ച് ചെയ്തിട്ടില്ല. ഇനി നെമാറ്റിക് ലിക്വിഡ് ക്രിസ്റ്റൽസിന് ഓറിയൻറ്റേഷണൽ ഓർഡർ ഉണ്ട്. സോ ലൈക്ക് സോളിഡ് ദേ ഹാവ് ഓറിയൻറ്റേഷണൽ ഓർഡർ ബട്ട് ദേ ലാക്ക് ദ പൊസിഷണൽ ഓർഡർ ലൈക്ക് ലിക്വിഡ്. ദെൻ സോളിഡിനെ പോലെ ഓറിയൻറ്റേഷണൽ ഓർഡർ ഉള്ളതുകൊണ്ട് ദേ ഷോ അനൈസോട്രോപ്പി. ലിക്വിഡിനെ പോലെ പൊസിഷണൽ ഓർഡർ ഇല്ലാത്തത് കൊണ്ട് ദേ ഹാവ് റിലേറ്റീവ് മൂവ്മെൻറ്റ് ഓഫ് മോളിക്യൂൾസ് വിച്ച് ഷോ ദ പ്രോപ്പർട്ടി ടു ഫ്ലോ. And as they scatter light strongly, they appear translucent. Examples are para-azoxy anisole, para-azoxy phenatol. Next one is smectic liquid crystal. In smectic liquid crystals, parallel alignment of molecules can be seen. Parallel alignment of molecules can be seen, and their axis, long axes are also parallel to each other, but the layers are equally spaced. The alignment may be perpendicular to plane of layer. The smectic mesophase possesses orientational order and some positional order, and the layers can glide over one another and they exhibit limited fluidity. And the smectic phase is thus more ordered than nematic but of lower mobility. സ്മെക്റ്റിക് ലിക്വിഡ് ക്രിസ്റ്റലിനെ കുറിച്ച് പറയുന്നത് എന്താ വെച്ചാൽ അവർക്കും നെമാറ്റിക്കിനെ പോലെ മോളിക്യൂൾസ് തമ്മിൽ പാരലൽ അലൈൻമെൻ്റ് ഉണ്ട്, ലോങ് ആക്സിസും തമ്മിൽ പാരലലാണ്. ബട്ട് എന്താണ് മോളിക്യൂൾസിൻ്റെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് പ്ലെയിൻസിൽ ലെയർ ഉണ്ടാവുമല്ലോ, ആ പ്ലെയിൻസിൻ്റെ ലെയറിന് പെർപെൻഡിക്കുലറാണ്. മോളിക്യൂളിൻ്റെ അലൈൻമെൻ്റ് എന്ന് പറയുന്നത് പാരലൽ മോളിക്യൂൾസ് അലൈൻമെൻറ്റ് ഈസ് ഈക്വലി സ്പേസ്ഡ് ലെയേഴ്സ്. മോളിക്യൂളിൻ്റെ അലൈൻമെൻറ്റ് എന്ന് പറയുന്നത് അവരുടെ ലെയർ എന്ന് പറഞ്ഞാൽ ഈക്വലി സ്പേസ്ഡാണ്. ഓക്കെ, മോളിക്യൂൾസ് തമ്മിൽ പാരലൽ അലൈൻമെൻ്റ് ഉണ്ട്, ലോങ് ആക്സിസും പാരലലാണ്, അവരുടെ ലെയർ ഈക്വലി സ്പേസ്ഡാണ്. ഓക്കെ, ദെൻ ദേ പോസസ് ബോത്ത് ഓറിയൻറ്റേഷണൽ ഓർഡർ ആൻഡ് പൊസിഷണൽ ഓർഡർ. സോളിഡിൻ്റെ പ്രോപ്പർട്ടിയായ ഓറിയൻറ്റേഷണൽ ഓർഡറും ഉണ്ട്, പൊസിഷണൽ ഓർഡർ. ലിക്വിഡിൻ്റെ പ്രോപ്പർട്ടി പൊസിഷണൽ ഓർഡർ ഇല്ല എന്നുള്ളതാണ്, ബട്ട് ഇവിടെ പൊസിഷണൽ ഓർഡറും ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യും, പീരിയോഡിസിറ്റി നമുക്ക് ഓരോ ലെയറിലും ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ദെൻ ഈ ലെയേഴ്സ് ലിമിറ്റഡ് ഫ്ലൂയിഡിറ്റി ഉള്ളതുകൊണ്ട് ഒന്നിൻ്റെ മേലെ ഒന്ന് ഗ്ലൈഡ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഈ സ്മെക്റ്റിക് ഫേസ് എന്ന് പറയുന്നത് നെമാറ്റിക്കിനെക്കാളും ഒന്നും കൂടെ ഓർഡേഡ് ആണ്, ബട്ട് മൊബിലിറ്റി കുറവാണ്. സോ സ്മെക്റ്റിക് ലിക്വിഡ് ക്രിസ്റ്റലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോളിക്യൂൾസ് തമ്മിൽ പാരലൽ അലൈൻമെൻ്റ് ആണ്, ലോങ് ആക്സിസ് തമ്മിൽ പാരലലാണ്, അവൻ്റെ ലെയേഴ്സ് ഈക്വലി സ്പേസ്ഡ് ആണ്. ദേ പോസസ് ബോത്ത് ഓറിയൻറ്റേഷണൽ ഓർഡർ ആൻഡ് പൊസിഷണൽ ഓർഡർ, ആൻഡ് ഡ്യൂ ടു ലിമിറ്റഡ് ഫ്ലൂയിഡിറ്റി ദേ മേ ഗ്ലൈഡ് ഓവർ വൺ അനദർ. Smectic phase is more ordered than nematic but of lower mobility. Then ഈ സ്മെക്റ്റിക് മീസോഫേസ് എന്ന് പറഞ്ഞാൽ പല വെറൈറ്റിയിലുണ്ട്.
അത് സ്മെക്റ്റിക് മീസോഫേസ് നമുക്ക് ചെറിയ സബ് ക്ലാസ്സസായി ഡിവൈഡ് ചെയ്യാം. സ്മെക്റ്റിക് എ, ബി, സി. ഓക്കെ, ദർ ഈസ് ഓറിയൻറ്റേഷണൽ ഓർഡർ ഇൻ എ ആൻഡ് സി. In smectic A, the average orientation is perpendicular to the layers. When inspecting C, it is inclined away from the normals. There is no translational order within the layers in either A or C. On the other hand, in smectic B, not only is there orientational order, but also some degree of translational order. Smectic B is the most ordered of the three smectic phases. Then, the sequence of transition from one phase to the other upon increasing temperature will be in the direction of increasing disorder. ഓക്കെ, അപ്പോൾ ഇവിടെ എന്താ പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് സ്മെക്റ്റിക്കിനെ സബ് ക്ലാസ്സസായി ഡിവൈഡ് ചെയ്യാം. സ്മെക്റ്റിക് എ, ബി ആൻഡ് സി. ഇതിൽ സ്മെക്റ്റിക് എയ്ക്കും ബിക്കും ഓറിയൻറ്റേഷണൽ ഓർഡർ ഉണ്ട്. ദെൻ ഇവരുടെ ഓറിയൻറ്റേഷൻ സ്മെക്റ്റിക് എയിലാണെങ്കിൽ ഇവരുടെ ഓറിയൻറ്റേഷൻ ലേയേഴ്സിൻ്റെ പെർപെൻഡിക്കുലർ ആണ്. സ്മെക്റ്റിക് സിയിലാണെങ്കിൽ ദേ ആർ ഇൻക്ലൈൻഡ് അവേ ഫ്രം ദ നോർമൽ. ഈ സ്മെക്റ്റിക് എയ്ക്കും സിക്കും ട്രാൻസ്ലേഷണൽ ഓർഡർ ഇല്ല. ബട്ട് ബീനെ കമ്പയർ ചെയ്യുമ്പോൾ ഓറിയൻറ്റേഷണൽ ഓർഡറും ഉണ്ട്, ട്രാൻസ്ലേഷണൽ ഓർഡറും ഉണ്ട്. ഈ മൂന്നിലും കൂടുതൽ സ്റ്റേബിൾ കൂടുതൽ ഓർഡേർഡ് ആയിട്ടുള്ളത് സ്മെക്റ്റിക് ബി ആണ്. ദെൻ ഇവർ തമ്മിൽ സ്മെക്റ്റിക് എ, ബി, സി തമ്മിൽ ഇൻ്റർചേഞ്ച് നടക്കാം. ഈ ഇൻ്റർചേഞ്ച് എന്ന് പറഞ്ഞാൽ ടെമ്പറേച്ചറിന് അനുസരിച്ചായിരിക്കും. ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് ഡിസോർഡർനെസ് കൂടുന്നതിന് അതിനനുസരിച്ചിട്ടാണ് ട്രാൻസിഷൻ നടക്കുക. ദാറ്റ് ഈസ് ഫസ്റ്റ് സോളിഡ്, ദെൻ ഇറ്റ് മൂവ് ഇൻ ടു സ്മെക്റ്റിക് ബി, ദെൻ ടു സ്മെക്റ്റിക് എ, ദെൻ നെമാറ്റിക്, ദെൻ ലിക്വിഡ്. ഓക്കെ, നമ്മൾ സ്മെക്റ്റിക്കിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, സബ് ക്ലാസിഫൈ ചെയ്യാം. എ, ബി, സി. എയും ബിയും ഓറിയൻറ്റേഷണൽ കാണിക്കും, ട്രാൻസ്ലേഷനിൽ കാണിക്കില്ല. സി ആണെങ്കിൽ രണ്ടും കാണിക്കും. എയും സിയും ഓറിയൻറ്റേഷണൽ കാണിക്കും. ബി എന്ന് പറയുന്നത് ഓറിയൻറ്റേഷണലും കാണിക്കും, ട്രാൻസ്ലേഷണലും കാണിക്കും. സോ ബി ഈസ് മോർ ഓർഡേർഡ് ആൻഡ് ദ ട്രാൻസിഷൻ ഡിപ്പെൻഡ് അപ്പോൺ ദ ഇൻക്രീസിങ് ടെമ്പറേച്ചർ. The last one is cholesteric liquid crystal. In cholesteric liquid crystal, the long axes are aligned parallel to each other and the molecules are arranged in layers at angles that change in regular manner in going from one layer to the next. The orientation of the axis also shifts from layer to layer which forms spirals describing a helix. There is helical twist in the direction of orientation. Eventually, after several layers, the original orientation will be restored, thereby completing one spiral. ഈ കൊളസ്ട്രിക് ലിക്വിഡ് ലെയറിലെന്ന് പറയുമ്പോൾ ഇതിൻ്റെ ലോങ് ആക്സിസ് നെമാറ്റിക്കിനെ പോലെ തന്നെ പാരലലാണ്. ഇവിടെ മോളിക്യൂൾസ് ലെയേഴ്സിൻ്റെ ഉള്ളിൽ അറേഞ്ച് ചെയ്യും അറ്റ് എ പെർട്ടിക്കുലർ ആംഗിൾ. മോളിക്യൂൾസ് ലെയറിൽ അറേഞ്ച് ചെയ്യും അറ്റ് പെർട്ടിക്കുലർ ആംഗിൾ. എന്നിട്ട് ഈ ഓറിയൻറ്റേഷൻ, ആക്സിസിൻ്റെ ഓറിയൻറ്റേഷൻ എന്ന് പറയുന്നത് ലെയർ ടു ലെയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അവസാനം സ്പൈറൽസ് ഫോം ചെയ്യും, ഡിസ്ക്രൈബിങ് ഒരു ഹെലിക്സായി മാറും അല്ലേ. ദെൻ ദ പീരിയോഡിസിറ്റി ഓഫ് ദ സ്പൈറൽ, ഒരു സ്പൈറലിൻ്റെ പീരിയോഡിസിറ്റിയാണ് നമ്മൾ പിച്ച് എന്ന് പറയാം. ഇറ്റ് ഈസ് ഓഫൻ 200 നാനോമീറ്റർ. സോ ദ പിച്ച് is thus of the order of wavelength of visible light and they show strong Bragg reflection of light, and the pitch is very temperature sensitive, showing a decrease with increase in temperature. So a change in temperature changes the color of reflected light and thereby the color of cholesteric phases. ഇവിടെ എന്താ പറഞ്ഞാൽ നമ്മൾ സ്പൈറൽ ഫോം ചെയ്തു എന്ന് പറഞ്ഞു. ഈ സ്പൈറലിൻ്റെ പീരിയോഡിസിറ്റിയാണ് പിച്ച് എന്ന് പറയുന്നത്. ഈ സ്പൈറലിൻ്റെ പിച്ച് എന്ന് പറയുന്നത് 200 നാനോമീറ്റർ റേഞ്ചിലാണ്. ഈ ഒരു വേവ് ലെങ്ത്, ഈ ഒരു ഓർഡർ എന്ന് പറയുന്നത് വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനോട് സിമിലർ ആണ്. സോ എന്ത് ചെയ്യും, ഈ മെറ്റീരിയൽ സ്ട്രോങ് ബ്രാഗ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് അണ്ടർഗോ ചെയ്യും, എന്നിട്ട് ഹൈലി കളേർഡായിട്ട് അപ്പിയർ ചെയ്യുകയും ചെയ്യും. ഈ പിച്ച് എന്ന് പറയുന്നത് ടെമ്പറേച്ചർ സെൻസിറ്റീവാണ്. ടെമ്പറേച്ചർ കൂടുന്നതനുസരിച്ച് ഇതിന് ഡിക്രീസാണ് സംഭവിക്കുക. So change in temperature changes the color of reflected light. And helical twist. Since a helical twist can be left-handed or right-handed, cholesteric mesophase possess chirality. So liquid crystal possess very high optical activity. Such a material rotate the plane of polarized light either to left or right through extremely large angle. And the cholesteric liquid crystals are so called because many derivatives of cholesterol form this kind of mesophase. Example, cholesterol benzoate forms a cholesteric mesophase between 418 Kelvin and 451 Kelvin. Similarly, cholesterol oleal carbonate yields a cholesteric phase between 290 Kelvin and 314 Kelvin. നമ്മൾ പറഞ്ഞു ഹെലിക്കൽ ട്വിസ്റ്റ്, ഹെലിക്സ് ഉണ്ട്, സ്പൈറൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ അത് ലെഫ്റ്റ് ഹാൻഡഡ് ആവും, റൈറ്റ് ഹാൻഡഡ് ആവും. അപ്പോൾ എന്ത് ചെയ്യും, കൊളസ്ട്രിക് മീസോഫേസ് പോസസ് കൈറാലിറ്റി. സോ സച്ച് ലിക്വിഡ് ക്രിസ്റ്റൽസ് ആർ ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണ്. ഇവർക്ക് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിന് ലെഫ്റ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യാം, റൈറ്റിലോട്ടും റൊട്ടേറ്റ് ചെയ്യാം. ഈ കൊളസ്ട്രിക് ലിക്വിഡ് ക്രിസ്റ്റൽസിന് ഈ പേര് വരാൻ കാരണം എന്താണ്, കൊളസ്ട്രോളിൽ ഒരുപാട് ഡെറിവേറ്റീവ്സ് ഉണ്ടല്ലോ, അവർക്കൊക്കെ ഈ കൈൻഡ് ഓഫ് മീസോഫേസ് ആണുള്ളത്. ഇതിന് എക്സാമ്പിൾസ് ആർ ഷോൺ.
സോ കൊളസ്ട്രിക് ലിക്വിഡ് ക്രിസ്റ്റൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ ലോങ് ആക്സിസ് പാരലലാണ്. മോളിക്യൂൾസ് ലെയേഴ്സിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അറ്റ് ആൻ ആംഗിൾ. ഈ ഓറിയൻറ്റേഷൻ ലെയർ ടു ലെയർ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഷിഫ്റ്റ് ചെയ്തിട്ടാണ് സ്പൈറൽസ് ഫോം ചെയ്യുക. ഹെലിക്കൽ ട്വിസ്റ്റ് ഉണ്ടാവും. ഈ സ്പൈറലിൻ്റെ പീരിയോഡിസിറ്റിയാണ് പിച്ച് എന്ന് പറയുന്നത്. ഈ പിച്ച് ഏകദേശം 200 നാനോമീറ്റർ വരെ വരും. ഇത് ഒരു വിസിബിൾ ലൈറ്റിൻ്റെ വേവ് ലെങ്ത്തിനോട് ഈക്വലാണ്. അപ്പോൾ എന്ത് ചെയ്യും? ദേ ഷോ ബ്രാഗ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആൻഡ് ദേ ആർ ഹൈലി കളേർഡ്. ആൻഡ് ദ പിച്ച് ഈസ് ടെമ്പറേച്ചർ സെൻസിറ്റീവ് ആണ്, ഷോയിങ് എ ഡിക്രീസ് വിത്ത് ഇൻക്രീസ് ഇൻ ടെമ്പറേച്ചർ. ആൻഡ് ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ചേഞ്ചസ് ദ കളർ ഓഫ് റിഫ്ലക്റ്റഡ് ലൈറ്റ്. Helical twist can be left-handed or right-handed, so they show chirality. Liquid crystals are optically active. They are named so cholesterol liquid crystals because many derivatives of cholesterol form this case of mesophase. Example: cholesterol benzoate, cholesterol oleal carbonate, etc. And our chapter is over. Solid state 2. Hope you understand the topic well. Thank you.